ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങി എന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, വിവരങ്ങൾ. SKN, നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഷിരൂരിൽ ഡ്രഡ്ജിങ് തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ നേവിയുടെയും റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ സ്പോട്ട് ചെയ്ത 2 മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ. പക്ഷേ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ശേഷിക്കുന്ന 2 പോയിന്റുകളുണ്ട്. അവിടെയാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ 2 മേഖലകൾ കൂടി പൂർത്തിയാക്കി അവിടെ നിന്ന് ഒരുപക്ഷെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നീട് ലക്ഷ്മണയുടെ ചായക്കടയുമായി അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത്, അതായത് കരഭാഗത്തോട് ചേർന്ന ഭാഗത്തേക്കായിരിക്കും പിന്നീട് തെരച്ചിൽ ഉണ്ടാവുക. ഏതായാലും കാലാവസ്ഥ ഇന്ന് അനുകൂലമായി നിൽക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇന്നും കനത്ത മഴ പെയ്യും ഉത്തര കന്നഡ മേഖലയിൽ എന്നതായിരുന്നു അറിയിപ്പ്. പക്ഷേ ഇന്നലത്തേതിന് സമാനമായി രാത്രി ശക്തമായ മഴ പെയ്തെങ്കിലും രാവിലെ ഇപ്പോൾ മഴ ഏതാണ്ട് പൂർണ്ണമായി തന്നെ മാറി നിൽക്കുന്നത് തെരച്ചിലിന് അനുകൂലമാണ്. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാരും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടെത്തും. അവരും ഡൈവ് ചെയ്തുള്ള പരിശോധന ഇന്ന് നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ ലോഹവസ്തു ഇപ്പോൾ കരഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടാങ്കർ ലോറിയുടെ കാണാതായ ഒരു ടാങ്കർ ലോറിയുടെ ഭാഗമാണ് എന്നതാണ് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചത്. ഇത് അർജുൻ്റേതാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പിന്നീട് രാത്രിയോടെ ഇത് കരയിലേക്ക് എത്തിച്ച് ലോറി ഉടമ മനാഫ് അടക്കമുള്ള ആളുകൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഇത് അർജുൻ്റേതല്ല എന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് ഇതൊരു ടാങ്കർ ലോറിയുടെ അവശിഷ്ടമായി. ഇന്നലെ കിട്ടിയ ഒരേ ഒരു വസ്തു ഇത് മാത്രമാണ്. ഇന്നലെ പകൽ മുഴുവൻ തിരഞ്ഞിട്ടും കാര്യമായ ഒന്നും തന്നെ ആ 2 പോയിന്റുകളിൽ നിന്നും പോയിന്റ് 3ഉം പോയിന്റ് 4ഉമാണ് ഇന്നലെ കവർ ചെയ്തത്. അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ പോയിന്റ് 1ഉം 2ഉമാണ് ഇന്നിപ്പോൾ പരിശോധന നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രാവിലെ 8 മണിയോടെ തന്നെ ഇന്ന് ഡ്രഡ്ജിങ് തുടങ്ങി. ഏതാണ്ട് വൈകിട്ട് 6-6:30 വരെയൊക്കെ ഇത് കഴിഞ്ഞ ദിവസം തുടർന്നതായാണ് നമ്മുടെ അനുഭവം. ശ്രീനാഥ് ചന്ദ്രനാണ് ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്. അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചു. ഇന്നെങ്കിലും എന്താണ് നമ്മുടെ അർജുന് സംഭവിച്ചത്, അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം അറിയാൻ കഴിയുമെന്ന വിശ്വാസമാണ്.